അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ 2 മീഡിയം സൈസ് കപ്പ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞൊന്ന് ക്ലീനാക്കി എടുക്കാം. അങ്ങനെ തൊലി കളഞ്ഞ് ക്ലീനാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസാക്കി ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് നമുക്കൊന്നത് കുക്ക് ചെയ്യാനായിട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. 2-3 വിസിലാകുമ്പോഴത്തേക്ക് കപ്പ വെന്തിട്ടുണ്ടാവും. അടുത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 പച്ചമുളക്, 1 വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇവിടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്ന 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 4 ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടുതൽ ക്രഷ് ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന കപ്പ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അടുപ്പിലോട്ട് ഒന്ന് തീ കത്തിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി മെല്ലെ മെല്ലെ അത് കുറുകി നല്ല പാകമായിട്ട് വരും. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി മാറ്റി വയ്ക്കാം. ഇതിലിനി താളിച്ചൊഴിക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 4-5 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. അതും കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് 2 വറ്റൽ മുളകും കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പാൽക്കപ്പയിലോട്ടൊന്ന് ഇതൊന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ താളിച്ച ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. വെറുതെ നമുക്ക് ഇത് പാൽക്കപ്പ കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.